മാർക്കറ്റ് മുകളിൽ പോയാലും താഴെ പോയാലും നമുക്ക് പ്രോഫിറ്റ് തന്നെയാണ്. അതിന്റെ കാരണം എന്താ? യെസ്, ഇൻട്രാഡേ ട്രേഡിംഗ്. നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ ഇൻട്രാഡേ ട്രേഡിങ്ങിനെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പക്ഷേ കുറച്ച് പേർക്ക് എങ്ങനെയാണ് ഇൻട്രാഡേ ട്രേഡ് എടുക്കുക എന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് ഡൗട്ട്സ് എൻ്റെ അടുത്ത് ചോദിക്കാനിടയായി. അതുപോലെ തന്നെ ഷോർട്ട് സെൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഞാൻ ആ ഒരു സെക്ഷനോട് കൂടി ഇൻട്രാഡേ സ്റ്റോപ്പ് ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് തോന്നി അത് ഇപ്പോഴും പലർക്കും മനസ്സിലായിട്ടില്ല എന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാനൊരു പ്ലാറ്റ്ഫോം വഴി എങ്ങനെയാണ് ഒരു ട്രേഡ് എടുക്കുക എന്നതും കൂടി ഒരു ലൈവ് ഡെമോ പോലെ ഞാനിപ്പോൾ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇത് അറിയാത്തവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ എത്തിക്കുക. ഇനിയും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ട സമയം വളരെ അതിക്രമിച്ചു കഴിഞ്ഞു. അപ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിൽ കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ ജനീഷ് മാറിജൻ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇൻട്രാഡേ ട്രേഡ് രണ്ട് തരത്തിലുണ്ടെന്ന് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതൊന്ന് നമ്മൾ ആദ്യം ബൈ ചെയ്ത് പിന്നീട് സെല്ല് ചെയ്യുന്ന ഒരു മെത്തേഡും, പിന്നെ പറയുന്നത് ആദ്യമേ നമ്മൾ ഷോർട്ട് സെല്ല് ചെയ്ത് പിന്നീട് ബൈ ചെയ്യുന്ന മെത്തേഡും. ഇങ്ങനെ രണ്ട് മെത്തേഡിലാണ് നമ്മൾ ഇൻട്രാഡേ ചെയ്യുക. ഷോർട്ട് സെൽ എന്ന് പറയുമ്പോൾ പലർക്കും സംശയം ഉണ്ടാവാം, എന്താണ് ഈ ഷോർട്ട് സെല്ല്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലില്ലാത്ത സ്റ്റോക്ക് എങ്ങനെയാണ് നമ്മൾ വിൽക്കുന്നത്, ഇതൊക്കെ ആയിരിക്കും പലർക്കുള്ള ഡൗട്ട്സ്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു സെൽ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉടനടി സത്യത്തിൽ മാർക്കറ്റിൽ എക്സിക്യൂട്ട് ആവുന്നില്ല എന്നതാണ് സത്യം. ആഫ്റ്റർ മാർക്കറ്റ് അവറിലാണ് ഇൻട്രാഡേ ട്രേഡ്. ഇൻട്രാഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ആ സ്റ്റോക്ക് ബൈ ചെയ്യുകയും സെല്ല് ചെയ്യുകയും ആ ഡേ തന്നെ തീർച്ചയായിട്ടും നമ്മൾ അത് സെല്ലും ബൈയും ചെയ്തിരിക്കും. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ആഫ്റ്റർ അവേഴ്സിലാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റ് എക്സിക്യൂട്ട് ആക്കുന്നത് ഈ ഓർഡർ. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആദ്യമേ ഇത് സെല്ല് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അതാണ് ഷോർട്ട് സെൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം നമുക്ക് ബൈ ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഒരു ഇൻട്രാഡേ ട്രേഡ് എടുക്കുക എന്നത് ആദ്യം നമുക്ക് പരിചയപ്പെടാം. അതിനുവേണ്ടി ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്യുന്നത് ഷെയർഖാന്റെ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇൻട്രാഡേ ട്രേഡിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു സ്റ്റോക്ക് സെലക്ട് ചെയ്യണം. നമുക്കുള്ള സ്ട്രാറ്റജീസും കാര്യങ്ങളും ചാർട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു സ്റ്റോക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒരു എൻ്റെ വാച്ച് ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഞാൻ സെലക്ട് ചെയ്യാണ്. ഞാൻ അതിന് വേണ്ടിയിട്ട് ടാറ്റ മോട്ടോഴ്സ് ഇപ്പോൾ സെലക്ട് ചെയ്യാണ്. ഒരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആയിട്ട് ആരും ഇതിനെ കാണരുത്. ഇത് പഠിക്കാനുള്ള പേർപ്പസിന് വേണ്ടി മാത്രമാണ്. ഓക്കെ, അപ്പോൾ ടാറ്റ മോട്ടോഴ്സ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ടൊരു വിൻഡോ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നമ്മൾ ബൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ടാറ്റ മോട്ടോഴ്സിൻ്റെ വിൻഡോ, അതായത് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആവും. ഇതിൽ ആക്ഷൻ എന്ന് പറഞ്ഞു കൊടുത്ത് ബൈ ഇവിടെ ഓൾറെഡി എടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ എടുക്കുമ്പോഴാണ് അത് നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇൻട്രാഡേ ആണെങ്കിൽ ഷെയർഖാൻ്റെ ആപ്ലിക്കേഷനിൽ ബിഗ് ട്രേഡ് എന്നാണ് അതിനെ പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ബൈ ബിഗ് ട്രേഡ് എന്ന് കൊടുക്കാം. ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രാഡേ ട്രേഡാണ് അന്ന് എടുക്കാം. എന്നിട്ട് ഇതിലെ ക്വാണ്ടിറ്റി നമുക്കൊരു 50 100 അല്ലെങ്കിൽ 100 ക്വാണ്ടിറ്റി നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. 100 ക്വാണ്ടിറ്റി നമ്മൾ ടൈപ്പ് ചെയ്യുകയാണ്. നമുക്ക് കിട്ടേണ്ട റേറ്റ് ഒരു 500 മതിയെങ്കിൽ 500 നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കാം. 500 ആവുമ്പോഴേ ഈ ഓർഡർ എക്സിക്യൂട്ട് ആവുള്ളൂ. എന്നിട്ട് നമ്മൾ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ, മാർക്കറ്റ് ഇപ്പോൾ ക്ലോസ്ഡ് ആണ്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഓർഡർ ഒരിക്കലും പ്ലേസ്ഡ് ആവില്ല. ഇതൊരു ഡെമോ വീഡിയോ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് മാർക്കറ്റ് അവേഴ്സിൽ ചെയ്യുകയാണെങ്കിൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിൻഡോ വരും. അത് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്ക് ഓൾറെഡി ഇൻട്രാഡേ ബൈ ചെയ്തിട്ടുണ്ടാവും. ആ നിമിഷം തന്നെ ഓർഡർ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. ഇപ്പോൾ മാർക്കറ്റ് അവർ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനൊരു വിൻഡോ വന്നത്. മാർക്കറ്റ് അവേഴ്സിൽ, അതായത് 9:15 മുതൽ 3:10 വരെയാണ് ഇൻട്രാഡേ ഓർഡർ പ്ലേസ് ചെയ്യാനുള്ള ടൈം. അപ്പോൾ അതിനുള്ളിൽ ഉള്ള സമയത്ത് നമുക്ക് ഇൻട്രാഡേ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ പ്ലേസ് ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ വിൻഡോ വരും. ആ കൺഫർമേഷൻ വിൻഡോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ കൺഫേം ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ റിപ്പോർട്ട്സിൽ പോയി ഇന്നത്തെ നെറ്റ് പൊസിഷൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഓർഡർ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇങ്ങനെയാണ് ഇൻട്രാഡേ നമ്മൾ ബൈ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ബൈ ചെയ്യുക എന്നതും നമ്മൾ കണ്ടു. എന്നിട്ട് അത് എവിടെ പോയാണ് ചെക്ക് ചെയ്യുക,
ഇതൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കണ്ടു. ഇനി നെക്സ്റ്റ് പറയുന്നത് സെല്ല് ചെയ്യുക, ഷോർട്ട് സെല്ല് ചെയ്യുക. ഇപ്പോൾ മാർക്കറ്റ് അവർ അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഓർഡർ എക്സിക്യൂട്ട് ആയിക്കൊണ്ട് തന്നെ കാണിച്ചു തരാൻ, ഡെമോ കാണിച്ചു തരാൻ ഇപ്പോൾ തൽക്കാലം പറ്റില്ല. നമുക്ക് പിന്നീട് ഒരു സെക്ഷനിൽ ഞാനത് അറേഞ്ച് ചെയ്യാം. ലൈവ് ട്രേഡിങ് കുറച്ച് റിസ്കി എലമെന്റ് ആണ്, അതുകൊണ്ട് തന്നെ പിന്നീട് ഒരിക്കൽ ഞാനത് അറേഞ്ച് ചെയ്യാം. ഇനി നെക്സ്റ്റ് പറയാൻ പോകുന്നത് ഷോർട്ട് സെൽ എങ്ങനെയാ ചെയ്യാം. ഷോർട്ട് സെല്ല് വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും അതിനില്ല. ജസ്റ്റ് ആ സ്റ്റോക്ക് എടുത്തുകൊണ്ട് ബിഗ് ട്രേഡിൽ നമ്മൾ അത് സെല്ല് ചെയ്യുക എന്നത് മാത്രമാണ് ഷോർട്ട് സെല്ലിൽ ചെയ്യുന്നത്. പേര് പറയുമ്പോൾ ഒരു ഡിഫറൻസ് ഉണ്ട്, എന്നിരുന്നാലും വേറെ ഒരു തരത്തിലുള്ള മാറ്റങ്ങളൊന്നും ഈ ഷോർട്ട് സെല്ലിന് ഇല്ല എന്നതാണ് സത്യം. നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ടാറ്റ മോട്ടോഴ്സ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. സെല്ലാണ് അവിടെ കൊടുക്കേണ്ടത്. ടാറ്റ മോട്ടോഴ്സ് നമ്മൾ സെല്ല് കൊടുത്തു. എന്നിട്ട് ഈ സെല്ല് എന്നുള്ള ആക്ഷൻ്റെ താഴെ സെല്ല് എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ലോങ് ടൈമിൻ്റെ, അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ സെല്ലാണ് അവിടെ ഓൾറെഡി കിടക്കുക. അത് നമുക്ക് സെല്ല് ബിഗ് ട്രേഡ് എന്ന് കൊടുക്കാം. എന്നിട്ട് ഒരു 50 ക്വാണ്ടിറ്റി നമ്മൾ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ 50 ക്വാണ്ടിറ്റി അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ കാണിച്ച പോലെ തന്നെ പ്ലേസ് ഓർഡർ കൊടുക്കുക. ഒരു കൺഫർമേഷൻ വിൻഡോ വരും, ആ വിൻഡോയിൽ നമ്മൾ കൺഫേം ചെയ്യുക. ഓൾറെഡി ഇൻട്രാഡേ സെല്ല് അവിടെ എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. നമ്മൾ പറയുന്ന റേറ്റിന്, അതായത് ഇപ്പോൾ 0 ഇട്ട് കൊടുക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ എത്രയാണോ റേറ്റ് ആ റേറ്റിന് എക്സിക്യൂട്ട് ആവുന്നതായിരിക്കും. അതല്ല നമുക്കൊരു 510 ആവുമ്പോൾ അത് എക്സിക്യൂട്ട് ആയാൽ മതിയെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ റേറ്റ് ഇട്ടുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഷോർട്ട് സെൽ ചെയ്യുന്നത്. ഈ രണ്ട് വീഡിയോയും തമ്മിൽ, അതായത് ബൈ ചെയ്യുന്നതും സെല് ചെയ്യുന്നതും തമ്മിൽ വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. എന്നിരുന്നാലും രണ്ട് വീഡിയോ ആയിട്ട് രണ്ടും കാണിച്ചു തന്നു എന്ന് മാത്രം. ഷോർട്ട് സെല്ല് എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി ചെറിയ 1-2 പോയിന്റ് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാഡേ ട്രേഡിനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻട്രാഡേ ട്രേഡിന് എപ്പോഴും അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസും ഒരുപാടുണ്ട്. അപ്പം അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം അനാലിസിസിൽ മാത്രമേ ഇൻട്രാഡേ ട്രേഡ് എടുക്കാനായിട്ട് പാടുള്ളൂ. ഇപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ്. ഒരു കാരണവശാലും ഞാൻ ഇവിടെ കാണിക്കുന്ന സ്റ്റോക്കുകൾ ഒന്നും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് ആരും കാണരുത്. സ്വന്തം സ്ട്രാറ്റജീസ് വെച്ചുകൊണ്ട് തന്നെ ഇൻട്രാഡേ ട്രേഡ് എടുക്കാനായിട്ട് എല്ലാവരും പരിശ്രമിക്കുക. ഇൻട്രാഡേ ട്രേഡും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റും സ്വിംഗ് ട്രേഡും തമ്മിൽ വളരെയധികം അന്തരമുണ്ട് സത്യത്തിൽ. കാരണം ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ക്യാപിറ്റൽ ഇറക്കി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും അതിന്റെ ഒരു പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ. പക്ഷേ ഇൻട്രാഡേ എന്ന് പറയുമ്പോൾ ഒരിക്കലും അങ്ങനെയല്ല. ചിലപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ 1 മണിക്കൂറോ 2 മണിക്കൂറിനുള്ളിലോ നമുക്ക് ആ ഒരു ട്രേഡ് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മുടെ ക്യാഷ്, നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അത്രയും വലിയൊരു ബെനിഫിറ്റ് നമുക്ക് ഇൻട്രാഡേയിൽ കിട്ടുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ, നമ്മളിപ്പോൾ ഒരു ടൂർ പോവുകയാണെങ്കിൽ പോലും ട്രാവൽ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രാഡേ ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു മൊബൈലോ ലാപ്ടോപ്പോ നമ്മുടെ കയ്യിൽ ഉണ്ട് എങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ മൈൻഡ് സെറ്റ് കറക്റ്റ് ആയിരിക്കണം. നമുക്ക് സ്ട്രാറ്റജീസും കാര്യങ്ങളും അതിന്റെ ചാർട്ടൊക്കെ അനാലിസിസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാവണം. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രാഡേ ചെയ്തിട്ട് ഒരു 90% ആൾക്കാർക്കും നഷ്ടം തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതൊരു സംശയമില്ല. അതിന്റെ റീസൺ ആണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ശരിയായ രീതിയിൽ പഠിക്കാതെയും ശരിയായ രീതിയിൽ ശ്രദ്ധിക്കാതെയും ഓരോ ട്രേഡ് എടുക്കുന്നത് മൂലമാണ് അവർക്ക് ആ നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ നല്ല രീതിയിൽ തന്നെ ഇത് പഠിച്ച് മുന്നോട്ട് പോവാം. നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നമുക്കൊരു പാനി ബുക്കും വേണം കേട്ടോ. നമുക്ക് കുറച്ച് കാര്യങ്ങൾ, നോട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോട്ട് ചെയ്യാം. ഇനി ഞാൻ ഉദ്ദേശിക്കുന്നത് ഫണ്ടമെന്റൽ അനാലിസിസിനെ കുറിച്ചാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത്. ഒരു സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് നെക്സ്റ്റ് വീഡിയോ. അപ്പം എല്ലാവരും മറക്കാതെ കാണണം. പഠിക്കാൻ എല്ലാവരും റെഡി ആയിക്കോളൂ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.